എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണിനെ കുറിച്ചാണ്. അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ വർഷം വന്നത്, എന്തുകൊണ്ടാണ് ആ മാറ്റങ്ങൾ വന്നത്, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് പ്രയോജനമായി വന്നു എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ITRനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മലയാളം ഷെയർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. The changes in income tax return, അതാണ് ITR എന്ന ഷോർട്ട് ഫോമിൽ ഞാൻ പറഞ്ഞത്. You will have to separately show in your income tax return an amount for HR exemption, LTA exemption and gratuity exemption. Employees must also mention all section 80 deductions separately. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ഡിഡക്ഷനും കാണിക്കേണ്ടതാണ്. Time to prepare for filing your income tax return for financial year 2018 to 19 is near. Even though the due date for filling of the return is July 31, 2019, filling your return early helps finish this important compliance in time. July 31 ആണ് due date ഉള്ളത് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫിൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Besides, if you have refund due, you can get it back sooner. Your income tax return forms have undergone some revision this time. The Central Board of Direct Taxes (CBDT) has also revised from 16. Let's understand these changes and how they will impact your tax filing. അപ്പോൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഇനി ആ ടാക്സിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് July 31 മുതൽ 31 വരെയാണ് ആ ഒരു ഇൻകം ടാക്സ് റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത് ടാക്സ് ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Changes in reporting of exempt allowance in income tax return form 16. Those who earn income from salary have been asked to report some additional details. അപ്പോൾ സാലറിയിൽ നിന്നും ഇൻകം കിട്ടുന്ന ആൾക്കാർക്ക് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. They must provide a breakup of allowance on which exception has been claimed. Usually salary taxpayers receive allowance such as house rent allowance and leave travel allowance, or they may be paid gratuity or leave encashment. അപ്പോൾ സാധാരണ എല്ലാ എംപ്ലോയീസിനും സാലറിയിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഹൗസ് റെന്റ് അലവൻസ്, അതുപോലെ ലീവ് ട്രാവൽ അലവൻസ്, ഇതുപോലെ കുറച്ച് അലവൻസസ് ഒക്കെ, ഗ്രാറ്റുറ്റി, അതുപോലെയൊക്കെ കുറച്ച് അലവൻസ് കാണും. പോർഷൻ അല്ലെങ്കിൽ ഹോൾ ഓഫ് ദി അലവൻസ് മേ ബി ക്ലെയിംഡ് ആസ് എൻ എക്സെപ്ഷൻ ഫ്രം ടാക്സ്. This exemption must not now be reported separately for each allowance. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ അലവൻസിൽ കാണിക്കേണ്ടി വരും. ഒന്നുകിൽ പോർഷൻ അല്ലെങ്കിൽ ഹോൾ ഓഫ് ദി അലവൻസ് ടാക്സ് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. Therefore, you will have to separately show in your tax return an amount of HRA exemption. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. മുൻപേ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരുന്നു, ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ്. സിമിലർ ചേഞ്ച് ഇൻ റിപ്പോർട്ടിംഗ് ഓഫ് എക്സംപ്റ്റ് അലവൻസ് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ദ ഫോം 16 മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് an important document for salaried taxpayers who use it to prepare their tax return. അപ്പോൾ ആ ഒരു ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹോം അലവൻസിന് ഇത്ര, അപ്പോൾ ഗ്രാറ്റുറ്റിക്ക് ഇത്ര എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കേണ്ടി വരും. എംപ്ലോയീസ് who issue from Form 16 must now ensure that they are reporting the value of exempt allowance, each one of them separately. Employees must also mention all Section 80 deductions, also called Chapter 5A deductions, separate ആയിട്ട് ആ ഡിഡക്ഷൻ കാണിക്കണം. Many employees were already reporting these deductions such as 80C, 80D and 80G as separate values in the Form 16. This change brings your Form 16 in sync with your income tax return. Most websites for e-filing allows filers to upload their Form 16, which helps in populating IT returns automatically for all information related to salary and the employer. Therefore, there is more disclosure needed. You may not face issues while filing IT returns. അപ്പോൾ IT return സമയത്ത് ഒരു ഇഷ്യൂവും ഫേസ് ചെയ്യാതിരിക്കാനാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫോം 16 ഓരോന്നായിട്ട് ഡിഡക്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് സെപ്പറേറ്റ്ലി അത് എന്ത് ചെയ്യുന്നു, ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻകം ടാക്സ് റിട്ടേണിൽ. ദോസ് ഹു ഹാവ് ഹെൽഡ് അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ഫൈനാൻഷ്യൽ ഇയർ 2018
2019 can no longer live. This disclosure will include those who are investors or employees who have exercised their stock options of companies which are either unlisted or listed outside India. അപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ അൺലിസ്റ്റ് ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനീസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ടു റിപ്പോർട്ട് എനി സെയിൽസ് ഓർ ഫ്രഷ് അക്വസിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് ദ പ്രൈസ് എത്രയാണ് ട്രാൻസാക്ഷൻ നടന്നത് അത് കാണിക്കേണ്ടി വരും. ദേ മസ്റ്റ് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ടു ആൻഡ് റിപ്പോർട്ട് ദ നെയിം ഓഫ് ഏത് കമ്പനിയിലാണ് എത്ര ട്രാൻസാക്ഷൻ നടന്നു, അതിന്റെ പാൻ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഷെയർസ് ഓഫ് ലിസ്റ്റഡ് അൺലിസ്റ്റഡ് എല്ലാം തന്നെ മെൻഷൻ ചെയ്യേണ്ടി വരും. മെൻഷൻ ദയർ ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഏത് നമ്പറിലൂടെയാണ് അവർ ഇത് ചെയ്തത്, ട്രേഡിംഗ് ചെയ്തത്, എല്ലാം അത് മെൻഷൻ ചെയ്യേണ്ടി വരും. ഇനി എന്തുകൊണ്ടാണ് ഈ ചേഞ്ചസ് വന്നതെന്ന് നോക്കാം. ദ മെയിൻ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ IT ഡിപ്പാർട്ട്മെന്റ് വിൽ ബി ഏബിൾ ടു റീകൺസീൽ യുവർ എക്സെപ്ഷൻ വിത്ത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് മെയ്ഡ് ബൈ യുവർ എംപ്ലോയർ. ഫോം 16 അത് പറയുന്നുണ്ട്, സാലറി ഇപ്പോൾ പേ ചെയ്യുമ്പോൾ എത്രയാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, എത്രയാണ് ഒരു എംപ്ലോയറിനുള്ളത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ എത്ര ടാക്സ് പോയി എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ദ IT ഡിപ്പാർട്ട്മെന്റ് വിൽ നൗ ഹാവ് എക്സെപ്ഷൻ ആൻഡ് ഡിഡക്ഷൻസ് ക്ലെയിംഡ് ബൈ യു ദാറ്റ് ഫ്ലോ ഫ്രം ഫോം 16 to your income tax return and match with the ടാക്സ് ഡിഡക്ഷൻ സോഴ്സ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, എംപ്ലോയറിന് കറക്റ്റ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാനായിട്ട്, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. ആലിസ് ബ്ലൂവിൽ 2 സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. ബോത്ത് സെഗ്മെന്റ് NSE MCXൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.